ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ ഓയിലിനെ കുറിച്ചിട്ടാണ്. അപ്പം എങ്ങനെയാണ് നല്ലൊരു ഹെയർ ഓയിൽ തിരഞ്ഞെടുക്കേണ്ടത്, എങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, ഞങ്ങളുടെ മുടി എന്ന് പറയുന്നത് ഒരു 4 വിധത്തിലുള്ളതാണ്. അതായത് ഒന്ന് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഫസ്റ്റ് നോർമൽ ഹെയറാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ഹെയറാണ്. പിന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കാൽപ്പ്, പിന്നെ ഡ്രൈ ഹെയർ, ഫ്രിസി ഹെയർ എന്ന് പറയും, പിന്നെ കർലി ഹെയർ എന്ന് പറയും. അപ്പം ഇനിയൊന്നെന്ന് പറയുന്നത് ഹാഫ് ഡ്രൈ ഹാഫ് വെറ്റായിട്ടുള്ളത് പോലെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും മുടിയിൽ. ഇങ്ങനെയാണ് വിഭജീകരിക്കപ്പെടുന്നത്, അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഹെയർ ഓയിൽ തിരഞ്ഞെടുക്കുമ്പോൾ പ്രോബ്ലംസ്, മുടിയുടെ ഒരു പ്രോബ്ലംസിന് അനുസരിച്ചിട്ട് വേണം നമുക്ക് ഹെയർ ഓയിൽ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ ഏതാണ് നല്ല ഒരു ഹെയർ ഓയിൽ, അത് തലയോട്ടിയിലും പിന്നെ മുടിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളത്, ഇത് അതിനെ പോലെയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ കാച്ചിയ എണ്ണ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത്ര വിധത്തിൽ നമുക്ക് കാച്ചിയെടുക്കാൻ പറ്റുന്നതാണ്. അതായത് ഉലുവ ഇട്ട് കാച്ചാം, കറിവേപ്പില ഇട്ട് കാച്ചാം, പിന്നെ വേപ്പില ഇട്ടിട്ട് കാച്ചാം, പിന്നെ ഇത് കയ്യോന്നി, പിന്നെ കറിവേപ്പില, പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ ചെമ്പരത്തി പൂവും ചെമ്പരത്തിയിലെ ഇല, വേപ്പില എണ്ണ, ഇതൊക്കെ ചേർത്തിട്ട് കാച്ചാവുന്നതാണ്. അപ്പോൾ പല രീതിയിലും പല ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടുത്തിയിട്ടും കാച്ചുന്നത് നമുക്ക് ഏറെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കാച്ചിയ എണ്ണ പൊതുവെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും അത് ഒരു ആയുർവേദിക്കും ഹെർബലും ഓർഗാനിക്കും ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മുടിയിൽ ഒരു ഷൈനിങ്ങും അതൊരു സ്ട്രക്ചറൊക്കെ നല്ല നോർമലായിട്ട് കൊണ്ടുപോകാൻ ഈ ഒരു എണ്ണയ്ക്ക് കഴിവുണ്ട്. അപ്പോൾ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഈ കാച്ചിയ എണ്ണ ആണ് എപ്പോഴും ഉപയോഗിച്ച് ശീലം. അതായത് ചെറുത് തൊട്ടിട്ടേ അവർ ശീലിച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മുടിക്ക് കട്ടി ഉള്ളതും കറുപ്പ് നിറമുള്ളതും പിന്നെ നല്ല ഒരു പ്രോബ്ലംസ് ഫ്രീ ആയിട്ടുള്ള ഒരു ഹെയർ നമുക്ക് കാണപ്പെടുന്നതുണ്ട്. തലയോട്ടിലൊന്നും പ്രശ്നങ്ങളില്ലാണ്ട് ഈ കാച്ചിയ എണ്ണ ഉപയോഗിക്കുന്നതിലൂടെ അത് പാരമ്പര്യമായിട്ട് അവർ ശീലിച്ചിട്ടുണ്ടാകും. അപ്പോൾ നാട്ടിൽ പുറത്ത് നിൽക്കുന്നവർക്കും എണ്ണകളെന്ന് വെച്ചാൽ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് വെച്ചാൽ, ഇപ്പം ഒരുപാട് എണ്ണകൾ നമുക്ക് ഓൺലൈൻ സ്റ്റോഴ്സിലും കിട്ടും, ഈ പ്രൊവിഷൻ സ്റ്റോഴ്സിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നോർമലി എന്ന് പറയുന്നത് ഓർഗാനിക് ആയിട്ടുള്ളത് ആണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അതായത് ഓർഗാനിക് കോക്കനട്ട് ഓയിൽ, ഓർഗാനിക് കാസ്റ്റർ ഓയിൽ, പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള ഓലിവ് ഓയിൽ, നല്ല നല്ല ഷാംപൂ, പിന്നെ കണ്ടീഷണറൊക്കെ നല്ല സൾഫേറ്റ് ഫ്രീ പിന്നെ പാരബൻ ഫ്രീ ഒക്കെ ഉള്ളത് നോക്കിയിട്ട് വേണം തിരഞ്ഞെടുക്കാൻ. പിന്നെ ഇനിയൊന്ന് ഷാംപൂ, കണ്ടീഷണർ, ഹെയർ ഓയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഒരേ ബ്രാൻഡിൻ്റെ വേണം അത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ പുതിയതായിട്ട് ഏതെങ്കിലും എണ്ണ, ഷാംപൂ ഉപയോഗിക്കുമ്പോൾ ചെറുതായിട്ടുള്ള ഒരു മുടി കൊഴിച്ചിലുണ്ടാവും. അപ്പോൾ പെട്ടെന്നൊന്നും പേടിക്കാണ്ട് അതൊരു ഇനീഷ്യൽ ഒരു 2-3 ദിവസം ഒരു മുടി കൊഴിച്ചിലുണ്ടാവും. അപ്പോൾ 15 ദിവസം 20 ദിവസമോളം അത് നീണ്ടു നിന്നാൽ മാത്രമാണ്
നിങ്ങൾക്ക് അത് ഹെയർ ഓയിലാവാം, ഇല്ലെങ്കിൽ ഷാംപൂ കണ്ടീഷണർ ആവാം. അത് ബ്രാൻഡ് ഒന്ന് മാറ്റിയിട്ട് ഉപയോഗിക്കാവുന്നത് നല്ലതാണ്. അപ്പോൾ ചിലവർക്ക് ചെമ്പരത്തി സെറ്റാവില്ല, ഇനി ചിലവർക്ക് റീഠ സെറ്റാവില്ല, ഇനി ചിലവർക്ക് ഷീഖാക്കായി ഇഷ്ടാവില്ല, ചേരില്ല. മുടി ഒരുപാട് ഡ്രൈ ആവുന്നതും ഉണങ്ങിപ്പോകുന്നതും, റഫ്നെസ്, ഡ്രൈനെസ് ഒരുപാട്, പിന്നെ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാവുന്നതൊക്കെയാണ് ഈ മുടിയിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ്. അപ്പം നമുക്ക് ഏതാണോ നല്ല എണ്ണകൾ തിരഞ്ഞെടുക്കുമ്പോൾ കുരുക്കുകളിൽ ആട്ടിയ വെളിച്ചെണ്ണ നല്ലതാണ് എപ്പോഴും. അതൊന്ന് ഉപയോഗിക്കുന്നതിലൂടെ മുടിയുടെ ഒരു നാച്ചുറൽ അതൊരു ആരോഗ്യം നമുക്ക് നീണ്ടെടുത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. നല്ല മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ അത് യൂസ്ഫുള്ളാണ്. പിന്നെ പ്യൂറായിട്ടുള്ളത് പതഞ്ജലിയുടെ പ്യൂർ കോക്കനട്ട് ഓയിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതാണ്. പിന്നെ നല്ല ബ്രാൻഡിൻ്റെ ഒരു ഓലിവ് ഓയിൽ ഇല്ലെങ്കിൽ ബാദാം ഓയിലും തിരഞ്ഞെടുത്ത് അത് തലയോട്ടിയിൽ നന്നായി മസാജ് ചെയ്ത് വിട്ടാൽ തന്നെ നാച്ചുറലായിട്ട് ബാദാമിലുള്ളത് വിറ്റമിൻ ഇ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ സ്കാൽപ്പിന് തലയോട്ടിക്ക് നല്ലൊരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ഷീൽഡ്, അതായത് ഒരു കവറിങ് പോലെ നമ്മളുടെ തലയോട്ടിനെ സംരക്ഷിക്കുന്നതാണ് ചെയ്യേണ്ടത്. അപ്പം ഹെൽത്തി ആയിട്ട് സ്കാൽപ്പ് ഉണ്ടെങ്കിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് മുടി വളരാനും ഉപയോഗകരമാണ്. അപ്പോൾ ഈ ചിലവർക്ക് ഈ നര ഉള്ളത്, പിന്നെ ഈ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടാൻ ഭക്ഷണത്തിലൂടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഹീമോഗ്ലോബിൻ ഒരുപാടുള്ളത് കഴിക്കണം എപ്പോഴും, പിന്നെ പച്ചക്കറികൾ കഴിക്കണം, പിന്നെ ഫ്രൂട്ട്സൊക്കെ നന്നായി കഴിക്കണം, വെള്ളം കുടിക്കണം. അപ്പം ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഒഴിവാക്കണം. അതായത് പൊടി ഉപ്പ് ഒഴിവാക്കാം, പിന്നെ പഞ്ചസാര, വെള്ള പഞ്ചസാര അത് ഒഴിവാക്കാം. പിന്നെ ഈ ബ്രൗൺ ഷുഗർ കുറച്ച് ഉപയോഗിക്കാവുന്നതാണ്. വെല്ലവും അത്ര തന്നെ, അത് ഒരുപാട് സ്വീറ്റാണ്. അപ്പോൾ കുറച്ച് അളവിൽ നമുക്ക് ഉപയോഗിക്കുന്നതിലൂടെ, ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് മുടി സംരക്ഷണം ചെയ്യാൻ പറ്റും. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഒരുപാടൊന്നും ഷുഗറി കണ്ടൻറ്റുള്ള പലഹാരങ്ങളൊന്നും കഴിക്കാണ്ടിരിക്കുക, സ്വീറ്റ്സ് കുറവ് കഴിക്കുക, കേക്ക് ഒരുപാട് കുറയ്ക്കണം, ഐസ്ക്രീംസ് കുറയ്ക്കണം, ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ശീലിക്കുമ്പോൾ തന്നെ മുടിയുടെ ഒരു നാച്ചുറൽ ഭംഗി, പിന്നെ ആ ഒരു കെയറിങ്ങും ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ലൈഫ് സ്റ്റൈല് ഒന്ന് മാറ്റാതെ ഒരു നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ലൊരു മുടി കിട്ടുന്നതാണ്. അപ്പം കാച്ചിയ എണ്ണ നല്ലതാണ്. പിന്നെ എണ്ണ എന്ന് പറയുമ്പോൾ ബാദാം എണ്ണ നല്ലതാണ്. പിന്നെ കട്ടിയുള്ള ഹെയർ ഓയിൽസ് എന്ന് വെച്ചാൽ നല്ലെണ്ണ ആണ്, ഇത് കാസ്റ്റർ ഓയിലാണ്, അതായത് ആവണക്കെണ്ണ എന്ന് പറയുമല്ലോ അത്. പിന്നെ ഓലിവ് ഓയിൽ ലൈറ്റാണ്, അത് നോർമലി നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ചെറുതായി ചൂടാക്കിയിട്ടും ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ മുടിയുടെ ഒരു തുമ്പത്ത് ഇങ്ങനെ എൻഡിൽ മാത്രം അത് ഓലിവ് ഓയിൽ ഇട്ടിട്ട് മസാജ് ചെയ്ത് എൻഡ്സിൽ മാത്രം ഒന്ന് തടവി കൊടുത്താൽ തന്നെ ഡ്രൈനെസ്, റഫ്നെസ്സൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ മസ്റ്റർഡ് ഓയിലും ഇതൊക്കെ ഇത് തിക്നെസ് ഒരുപാടുള്ളതാണ്, കാൽഷ്യം ഒക്കെ ഉള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ കുക്കിങ്ങിൽ ഒരുപാട് ഉപയോഗിക്കും. പിന്നെ നോർത്തേൺ ഇന്ത്യയിൽ നോക്കുമ്പോൾ
അവർ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്നതാണ് ഈ മസ്റ്റർഡ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശീലിക്കുകയാണെങ്കിൽ ശീലിക്കാം, ഇല്ലെങ്കിൽ ശീലിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പ്രശ്നമില്ല. അത് ചിലപ്പോൾ മുടി കൊഴിച്ചിൽ അധികമാക്കാറുണ്ട്. അത് നോക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. തിക്നെസ്സിൽ ഉള്ളതുകൊണ്ട് തന്നെ മസ്റ്റർഡ് ഓയിൽ ഏതെങ്കിലും കരിയർ ഓയിൽ ഉപയോഗിക്കാം, അതായത് ഓലിവ് ഓയിൽ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറു ചൂടോടെ തന്നെ തലയോട്ടിയിൽ നന്നായി മസാജ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം വെച്ചിട്ട് കഴുകിക്കളയാവുന്നതാണ്. അപ്പം തലയോട്ടിയിൽ നിന്ന് അതിൻ്റെ ഒരു മണം എന്ന് പറയുന്നത് ഒരുപാട് പേർക്കൊന്നും ഇഷ്ടമാവാത്തത് കൊണ്ടാണ് എപ്പോഴും മസാജ് ചെയ്തിട്ട് കഴുകിക്കളയാവുന്നതാണ്. അപ്പം നോർത്തേൺ ഇന്ത്യയിൽ ആൾക്കാർ ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴും കുക്കിംഗ് ഓയിലായിട്ടാണ് ഇത് കാണപ്പെടാറുണ്ട്. അതായത് സർസോം കാ തേൽ എന്ന് പറയും ഹിന്ദിയിൽ. അപ്പം അത് ഡേ ടു ഡേ ലൈഫിൽ അവർ ഉപയോഗിക്കുന്നതിലൂടെ അവർ മുടി ഞങ്ങളെ ഇവിടെ ഇങ്ങനെ വെളിച്ചെണ്ണ ഉപയോഗിക്കും, അവിടെ നോർത്ത് ഇന്ത്യയിൽ അവർ മസ്റ്റർഡ് ഓയിലാണ് ഉപയോഗിക്കുക തലയോട്ടിയിൽ. അപ്പോൾ അവർക്ക് നല്ലൊരു മുടി തിക്നെസ് കൂട്ടാനും പിന്നെ ഗ്രേ ഹെയറൊക്കെ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നതാണ് മസ്റ്റർഡ് ഓയിൽ. മസ്റ്റർഡ് ഓയിലിൽ നിങ്ങൾ കറിവേപ്പില ഇട്ടിട്ട് പിന്നെ ഡാൻഡ്രഫ് പിന്നെ വേറെ ഒരു സ്കാൽപ്പ് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ഇത് വേപ്പില വെച്ചിട്ടും കാച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇത് കാച്ചിട്ട് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടുന്നതാണ്. പിന്നെ വേറൊരു രീതി എന്ന് പറയുമ്പോൾ ഈ നോൺ സ്റ്റിക്കി ഹെയർ ഓയിലുണ്ട്. അതെപ്പോൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ കുളി കഴിഞ്ഞിട്ട് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പല പല ബ്രാൻഡ്സിലാണ് നമുക്ക് കിട്ടുന്നതാണ്. അതായത് കോക്കനട്ടുണ്ട്, നിങ്ങൾക്ക് അറിയുന്നത് പോലെ ജാസ്മിൻ്റെ ഉണ്ട്, പിന്നെ ഹെയർ കെയറിൻ്റെ ഉണ്ട്, പിന്നെ ആംല ഓയിൽ എന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ അത് കുളി കഴിഞ്ഞിട്ട് വേണം നമുക്ക് തലയോട്ടിൽ കുറച്ചേ തടവാം, പിന്നെ മുടിയിൽ മാത്രം ഒന്ന് തടവിട്ട് വിടുന്നതാണ്. ഇതാണ് നോൺ സ്റ്റിക്കി ഹെയർ ഓയിലിന് അത് ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത്. ഒരുപാട് പേരൊന്നും ഉപയോഗിച്ചിട്ട് അതൊന്നും ഡ്രൈനെസ് ആവുന്നത് കൊണ്ടാണ് ഒരുപാട് കാണപ്പെടാറുണ്ട്. അപ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് പോലെ നോർമൽ ഒരു എണ്ണ തലയോട്ടിൽ നന്നായി മസാജ് ചെയ്തിട്ട് കഴുകി കളയുന്നതിലൂടെ തന്നെ നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു മുടി നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഹെയർ പാക്ക് എന്ന് പറയുമ്പോൾ ഹെയർ പാക്ക് ശീലിച്ചാൽ മാത്രം അത് ഉപയോഗിക്കാവുന്നത് നല്ലതാണ്. ഹെയർ കെയർ റുട്ടീനിൽ ഇപ്പോൾ എന്നും ഹെയർ പാക്ക് ഉപയോഗിച്ചിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു പരീക്ഷണത്തിന് നിൽക്കേണ്ട ആവശ്യമില്ല. പരീക്ഷണത്തിന് നിന്നാൽ തന്നെ അത് മുടിക്ക് അത് ഇനി ബാധകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതായത് മുടി കൊഴിച്ചിലുണ്ടാവാം, ചിലപ്പോൾ സ്കാൽപ്പിൽ ചില സാധനങ്ങൾ നമുക്ക് സ്കാൽപ്പിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ ഉള്ള ചാൻസസ് ഉണ്ട്. അതായത് ചിലർക്ക് ഈ ആലോവേറ ചേരില്ല, ചിലർക്ക് ഈ പയർ പൊടി ചേരില്ല, കടലമാവ് ചേരില്ല. ഇങ്ങനെ ഡ്രൈനെസ് ഉണ്ടാക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും ചില ഈ ഹെയർ കെയർ പ്രോഡക്ട്സിന്. ഹെർബലായാലും നമ്മൾക്ക് നോക്കിയിട്ട് വേണം, ഒരിക്കൽ മാത്രം യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കുന്നതിൽ ഇത് നമുക്ക് നോക്കേണ്ടതാണ്. ഒരു പ്രാവശ്യം നോക്കിയിട്ട് നിങ്ങൾ എൻ്റെ മുടിക്ക് സെറ്റാവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക ആദ്യം. എന്നിട്ട് സെറ്റായിട്ടില്ലെങ്കിൽ മാറ്റി ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാച്ചിയ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, പിന്നെ പച്ചയ്ക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അതായത്
ഞാൻ പറഞ്ഞു. ഇപ്പോൾ പതഞ്ജലിയുടെ കിട്ടുന്നുണ്ട്, അപ്പോൾ പാരഷൂട്ടിൻ്റെ കിട്ടും. അപ്പോൾ ചില ബ്രാൻഡുകൾ ചിലർക്ക് ഒരു വെളിച്ചെണ്ണ തേച്ചാൽ തന്നെ നല്ല മുടി വളർച്ച ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഞങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്ത് എടുക്കുക. നമ്മുടെ തലമുടിക്ക് എന്താണ് വേണ്ടത്, അത് പ്രോഡക്ട്സ് നന്നായി തിരഞ്ഞെടുത്തിട്ട് വേണം കെയർ ചെയ്ത് എടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ, പിന്നെ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ബൈ.